ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയേക്കാണ്. ഞാൻ വെക്കേഷനായിട്ട് നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോഗ്സിന് യൂറോപ്പിൽ നിന്നല്ല, ഞാൻ ടെമൂല് ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് പെറ്റ്സിന്റെ പ്രൊഡക്ട്സിന്. ഞാനൊരു പെറ്റ് ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റോറി കാണുന്നവർക്ക് അറിയാം, അവിടെ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഉണ്ട്. അതൊക്കെ ഭയങ്കര റേറ്റാണ്. ടോപ്പ് ക്വാളിറ്റി സാധനങ്ങൾ അവിടെ സെല് ചെയ്യുന്നുണ്ട്. സോ ടെമു എന്ന് പറഞ്ഞൊരു ചൈനീസ് ആപ്പ് ഉണ്ട്. അതിനകത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് അതിനകത്തൊരു പ്രത്യേക ഒരു സാധനമുണ്ട്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു എന്താ പറയാ ഇമ്പോർട്ടൻസ് കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത്. സോ കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് അധികമൊന്നുമല്ല, ഒരു ബൈറ്റ് ടോയ്, ടഗ് ടോയ്. നമുക്ക് ഇത് ഭയങ്കര സോഫ്റ്റും ആണ്, എന്നാൽ നല്ല ഹാർഡാണ്. നിസ്സാര പ്രൈസ് ഉള്ളൂ കേട്ടോ. ഈ ടെമു എന്ന് പറഞ്ഞ ചൈനീസ് ആപ്പാണ്. നമുക്ക് ഇതിനൊക്കെ 3-4 യൂറോ ഒക്കെ റേറ്റ് ഉള്ളൂ. ഇതൊക്കെ ഷോപ്പിൽ നമുക്ക് 15 യൂറോ 20 യൂറോ മുകളിൽ റേറ്റ് ഉണ്ട്. ഇതിന്റെ ക്വാളിറ്റി ടോപ്സ് ആണ്. ജർമ്മൻ കമ്പനിയാണ് പുള്ളി ബ്രാൻഡ് സെല് ചെയ്യുന്നത്, നമ്മുടെ മുതലാളി. അപ്പൊ ഞാൻ കുറച്ച് ചീപ്പായിട്ടുള്ള സാധനങ്ങൾ എന്നാൽ വലിയ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന ടീം നമ്മുടെ നാട്ടിൽ അധികം കിട്ടാത്ത ടൈപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ച് മേടിച്ചാണ്. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഫ്ലഡ് ബോളും സ്പ്രിംഗ് ബോളൊക്കെ ചെയ്യിക്കാൻ പറ്റിയ ഇത് ലെതറാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അപ്പോൾ ഇങ്ങനെ നമുക്ക് തൂക്കിയിടാനും പറ്റും, നമുക്ക് ഡോഗ്സിന് ഡ്രൈവ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ട്. അതും മേടിച്ചു. ഇതിനും നിസാര റേറ്റേ ഉള്ളൂ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു അബദ്ധം പറ്റിയതാണ്. ഞാൻ കുറച്ച് നല്ല വിട്ടുള്ള കോളർ മേടിച്ചാണ്. പക്ഷെ ഇതൊരു പപ്പി സൈസാണ്. ഇങ്ങനെ നമ്മുടെ ബ്ലാക്ക് മെരീക്ക് ഇടാം, അവക്ക് പറ്റിയ സൈസിലുള്ള 1-2 ഉണ്ട്. പിന്നെ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാം. പിന്നെ പപ്പീസ് ഭാവിയിലായിട്ട് നമ്മൾ നിർത്തുമ്പോൾ വേണമെങ്കിൽ അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമ്പോൾ ഉപയോഗിക്കാം. ഞാൻ നമ്മുടെ വേലിയും എണ്ണം കണക്കാക്കി മേടിച്ചാണ്. വേലിക്ക് ടീംസിനൊക്കെ പക്ഷെ വന്ന് ഇങ്ങനത്തെ സൈസ് ചെറുതായിപ്പോയി. അതിനകത്തുള്ള ലെങ്ത് കറക്റ്റാ, പക്ഷെ കുറച്ചുകൂടെ നമ്മുടെ ഡോഗ്സിന്റെ വിത്തിനാണല്ലോ നമ്മുടെ മെയിൻ പ്രയോറിറ്റി കൊടുക്കണം. അപ്പൊ സോ ആ ഒരു സാധനം എനിക്ക് കിട്ടിയില്ല. ബട്ട് സ്റ്റിൽ ഐ എം ഹാപ്പി ബിക്കോസ് ചീപ്പാണ്. അങ്ങനെ ഒരു 3-4 കേട്ടോ. അതൊരു ശരിക്കും ഇത് ലെതർ, എനിക്ക് റെക്സിനാണെന്ന് തോന്നുന്നുണ്ട്. ലെതറിന്റെ ഒരു ഫിനിഷും ഉണ്ട് കേട്ടോ. ലെതറിന്റെ ഒരു മൂഡും ഉണ്ട്. സ്റ്റിൽ നമുക്ക് വലിയ കലാപമൊന്നും തോന്നണില്ല. അങ്ങനെ ഒരു 3-4 ഉണ്ട്. വേറെ ഒരെണ്ണം ഇച്ചിരി വിട്ടുള്ള കിട്ടിയായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മുടെ ബ്ലാക്ക് മെരിക്ക് പറ്റിയ സൈസിലുള്ള സാധനം. അവളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ഇത് വെച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നോക്കാം. പിന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഞാൻ ട്രൈ അടിക്കാൻ നോക്കി കൊണ്ടുവന്നൊരു സാധനമാണ്. ആക്ച്വലി ഇത് ഞാൻ പൈസ കൊടുത്ത് മേടിക്കായിരുന്നു, പക്ഷെ പുള്ളി എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. ഞാൻ ചോദിച്ച സാധനങ്ങളൊക്കെ തന്നെ. പിന്നെ നമുക്ക് മോശമല്ലേ, നമ്മുടെ സ്വഭാവം നമുക്ക് കാണിക്കാൻ പാടില്ലല്ലോ. ശരിക്കും ഇത് സാൽമൺ സ്ട്രൈപ്പ്ഡാണ്, ഫെല്ലറ്റ് ആണ്. ഇത് റോ സാൽമൺ ആണ് വിത്ത് ബ്രോത്ത്. സോ നമ്മുടെ ഡോഗ്സ് ഒന്നും ജന്മത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല സാൽമൺ. സോ ഏതെങ്കിലും നമ്മുടെ ഞാൻ ബ്ലാക്കി ആയിരിക്കും, ബ്ലാക്കിക്ക് ഞാൻ ഒരു നല്ലൊരു ഡയറ്റ് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഇതൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചാണ്. ശരിക്കും പറഞ്ഞത് ഞാൻ പോയിന്റെ തലേദിവസമാണ് എടുത്തത്. പുള്ളിയോട് ഞാൻ പറഞ്ഞു, മുതലാളി ഇത് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാനാണെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി സീരിയസ് ആണെന്ന് അർത്ഥം വിചാരിച്ചത്. എന്തോ സീരിയസ് ആയിട്ട് ചോദിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ അതേന്നും പറഞ്ഞു. പിന്നെ ആലോചിച്ച എന്നെ കിട്ടാന്ന്. സോ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇതിന്റെ പുറകിലുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട സാധനം ബ്രേക്ക് സ്റ്റിക്സ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മലനോയ്സ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും പുറത്തിറങ്ങി ആൾക്കാർക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണർ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടൊരു വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ പലയിടത്തും ഡോഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യണ എന്റെ വീഡിയോസ് റീലിൽ കാണാറുണ്ട്. അവരൊക്കെ വെള്ളം കോരി ഒഴിക്കുക, തല്ലി കിടത്താൻ നോക്കുക. തീയല്ലോ ഇതൊക്കെ, തല്ലി കിടത്താനും വെള്ളം കോരി ഒഴിക്കണം. സോ അതിന് പ്രോപ്പർ മെത്തേഡ് ഉണ്ട്. ഒരു കെനൽ ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു യാർഡ് ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോഗ്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ അറിയണം. നിങ്ങൾ ഈ ഡോഗ് ബ്രീഡ് ഇങ്ങനെ അഗ്രസീവായ അനിമൽ അഗ്രഷൻ ഉള്ള ഡോഗിനെ വളർത്തുമ്പോൾ അവരൊരു ആക്സിഡന്റ് ഉണ്ടായി അതെങ്ങനെയാണ് സോർട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ആദ്യമേ അറിയേണ്ടത്. അതിന് യൂസ് ചെയ്യുന്നതാണ് ബ്രേക്ക് സ്റ്റിക്ക്. ഇത് നമ്മൾ പണ്ട് സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ സെല്ല് ചെയ്യുന്നത് ഇതുപോലത്തെ നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. സോ ഇതിപ്പോ നമ്മുടെ ഇല്ല. നമ്മുടെ ഒരു ഫ്രണ്ട് വിവേക് ബ്രോ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ചധികം പറ്റുമെങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ DM ചെയ്താൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ അങ്ങനെ പർച്ചേസ് ചെയ്താൽ ഇതിന് അത്യാവശ്യം വില ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം 2000 രൂപ അടുപ്പിച്ച് റേറ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് ഇങ്ങനെ ടീറ്റയില് പല്ലിന്റെ ഡോഗ്സിന്റെ ജോസിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ലൈക്ക് ഇങ്ങനെയാണ് പല്ലിരിക്കണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. കടി കൂടുന്ന സമയത്ത് നമ്മൾ ഡോഗിന്റെ വയറിന്റെ അവിടെ കാല് വെച്ച് ലോക്ക് ചെയ്ത് ഹെഡിൽ ലോക്ക് ചെയ്യുക. ദെൻ അവരുടെ പല്ലിനകത്തിട്ട് ഇങ്ങനെ കയറ്റി ഫുള്ള് ട്വിസ്റ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യും. ഇതാണ് അതിന്റെ മെത്തേഡ്. സോ ഈ സാധനം ഇല്ലാത്തവര് വെറുതെ ഒരു ആശാരി ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ടാണെങ്കിലും ഈ ഒരു ഷേപ്പ് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക് സ്റ്റിക്കിന്റെ പല ഷേപ്പുകളിൽ കിട്ടും. ആ ഷേപ്പിൽ കുറച്ച് ഫ്രണ്ട് കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കണം, എന്നാൽ കുറച്ച് തിക്നെസ് എഡ്ജിലിട്ട് വന്നാലാണ് നമുക്ക് ആ മെത്തേഡ് കിട്ടും. അത് ഓപ്പൺ ചെയ്യാനായിട്ടുള്ളത് ഒരു കീ ഓപ്പൺ ചെയ്യണമല്ലേ, ഇങ്ങനെ കയറി പോകുന്നതിനകത്തിട്ട് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ മൗത്ത് ഓപ്പൺ ആവും. ആ സമയത്ത് നമുക്ക് ഡോഗിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഡോഗ്സ് തമ്മിൽ ഫൈറ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ഒരു ആടിനെ പോയി കടിക്കുക, അല്ലെങ്കിൽ ഒരു പോത്തിനെ പോയി കടിക്കുക. അങ്ങനെ പല ഇൻസിഡൻസും നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
സോ ഹ്യൂമൻസിന്റെ അടുത്താണെങ്കിലും ഈ സാധനം നമ്മുടെ വീടിന്റെ പരിസരത്ത് എവിടെയെങ്കിലും നമ്മുടെ അടുത്തൊക്കെ ഒരു 5-6 ബ്രേക്ക് സ്റ്റിക്ക് വീടിന്റെ പല കോർണറുകൾ ഉണ്ടാവും. ബിക്കോസ് ഇവർ അഴിഞ്ഞു പോണ സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പാനിക് ആവാൻ പാടില്ല, നമ്മൾ ഡോഗിനെ തല്ലാൻ പാടില്ല. അത്ര സ്ട്രോങ്. കാരണം ഇവര് ഈ അനിമൽ അഗ്രഷൻ ഉള്ള ബ്രീഡ് എന്ന് പറഞ്ഞാൽ അവര് ഗെയിം ബ്രെഡ് കൺസെപ്റ്റ് ആണ്. അവര് ടിൽ അവരുടെ ഡെത്ത് വരെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ക്യാരക്ടറാണ്. സോ അവരെ പിടിച്ച് തല്ലിയിട്ടൊന്നും കാര്യമില്ല. കുറെ പ്രമുഖ ബ്രീഡർമാർ പോലും അവരുടെ ഡോഗ്സ് കടി കൂടുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യണ വീഡിയോസ് ഹൗർ തന്നെ അവരുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എന്താ അവരുടെ ഡോഗിന്റെ അഗ്രഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. സ്റ്റിൽ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. സോ ഇങ്ങനെ ഒരു വീഡിയോ ആരും ചെയ്തിട്ടുണ്ടാവില്ല. സോ ഇത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ്, ബ്രേക്ക് സ്റ്റിക്ക് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ എനിക്ക് വാങ്ങാൻ കിട്ടിയപ്പോൾ ഞാനത് വാങ്ങി. ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഓൾറെഡി പല ഷേപ്പിലും പല വലുപ്പത്തിലും പല ഭാവത്തിലും ബ്രേക്ക് സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അധികം അങ്ങനെ ആവശ്യം വന്നിട്ടില്ല. പിന്നെ ടോയ്സിനൊക്കെ കടിക്കുക, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ കടിക്കുക, ഷീറ്റിൽ കടിക്കുക. ചില ഡോഗ്സ് ഒക്കെ കൂടിന്റെ ഷീറ്റിലൊക്കെ കടിക്കും. അങ്ങനെ കടിച്ച് കടി വിടാത്ത ഡോഗ്സിനൊക്കെ നമ്മൾ കടി വിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ബ്രേക്ക് സ്റ്റിക്ക്. സോ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പൊ എനിക്ക് പറയണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അല്ലാണ്ട് ഇതൊന്നും കാണിക്കുന്നത് വിചാരിച്ചല്ല. അപ്പൊ ഇത് മാത്രം കാണിക്കണേക്കാളും ഇപ്പൊ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്നുള്ള രീതിയിൽ ചുമ്മാ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ ചെറിയ പിള്ളേരുകളുടെ ഉൾപ്പെടെ കയ്യിൽ പല പല ബ്രീഡേഴ്സും പിറ്റിനെ പോലെയും വളരെ അഗ്രസീവായ എന്താ പറയാ ഡോഗ് അർജന്റീനോ അങ്ങനെയുള്ള പല ബ്രീഡുകളും, അതായത് ബൈറ്റ് ഫോഴ്സ് ഉള്ള പല ബ്രീഡുകളും എല്ലാ പിള്ളേര് വരെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ ഒരു ബാഡ് സിറ്റുവേഷനിലേക്ക് പോവാണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പെറ്റ് പേരന്റിങ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു ഗൈസ്. നമുക്ക് വഴിയെ നമ്മുടെ കുറെ റീലുകളും പരിപാടികളൊക്കെ ആയിട്ട് മാക്സിമം നമ്മുടെ പേജ് ഞാൻ പോണ വരെ ആക്റ്റീവ് ആക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബൈ, സീ യു.